ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിൻ്റെ പരിശുദ്ധ ഇഞ്ചിയിൽ അധ്യായം 4. പിന്നെ ഈസാ റൂഹുൽ ഖുദ്ദൂസ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങി. റൂഹുൽ ഖുദ്ദൂസ് ഈസയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഈസ ഇബ്ലീസിനാൽ 40 ദിവസം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ ഈസ ഉജീനമൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ ഇബ്ലീസ് ഈസയോട് പറഞ്ഞു, നീ ഇബ്നുള്ളയാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഈസ ഇബ്ലീസിനോട്, ഇൻസാൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് കിതാബുൽ മുഖദ്ദസിൽ എഴുതിയിരിക്കുന്നു. പിന്നെ ഇബ്ലീസ് ഈസയെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ എല്ലാ രാജ്യവും ഒരു നിമിഷം കൊണ്ട് കാണിച്ചു കൊടുത്തു. എല്ലാ സുൽത്തത്തും അളമത്തും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കും. നീ എന്നെ സുജൂദ് ചെയ്താൽ ഇവയെല്ലാം നിൻ്റേതാകും എന്ന് ഈസയോട് പറഞ്ഞു. ഈസ മറുപടിയായി പറഞ്ഞു, നിന്റെ ഇലാഹായ റബ്ബിനെ സുജൂദ് ചെയ്ത് അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഇബ്ലീസ് ഈസയെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് നിർത്തി പറഞ്ഞു, നീ ഇബ്നുള്ളയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ കാക്കാനും സംരക്ഷിക്കാനും അവൻ തൻ്റെ മലക്കുകളോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈസ മറുപടിയായി പറഞ്ഞു, നിങ്ങളുടെ ഇലാഹായ റബ്ബിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു. അങ്ങനെ ഇബ്ലീസ് സകല പരീക്ഷയും അവസാനിപ്പിച്ച ശേഷം മറ്റൊരു അവസരം വരുന്നത് വരെ അവനെ വിട്ടുപോയി. ഈസ റൂഹുൽ ഖുദ്ദൂസിൻ്റെ കുതിരത്തിൽ ഗലീലിയേക്ക് മടങ്ങിപ്പോയി. അവനെക്കുറിച്ചുള്ള അഖ്ബാർ ആ നാട്ടിലെങ്ങും പരന്നു. ഈസ അവരുടെ പള്ളികളിൽ തഅലീം നൽകി. എല്ലാവരും അവന് ഹംദ് ചൊല്ലി. ഈസ താൻ വളർന്ന നസ്രത്തിൽ വന്നു. ഒരു യൗമുൽ സാബത്തിൽ അവരുടെ പള്ളിയിൽ പ്രവേശിച്ച് പതിവ് പോലെ ഖിറാഅത്തിന് എഴുന്നേറ്റ് നിന്നു. യിശയ്യാ നബിയുടെ കിതാബ് അവന് നൽകി. അവൻ കിതാബ് തുറന്നു. മിസ്കീനുകൾക്ക് ഇഞ്ചീൽ അറിയിക്കാൻ റബ്ബ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ റബ്ബിൻ്റെ റൂഹ് എൻ്റെ മേലുണ്ട്. തടവുകാർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അദാബിൽ ആക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാനും റബ്ബിൻ്റെ ബർക്കത്തേകുന്ന കാലം വന്നെത്തിയിരിക്കുന്നു എന്ന് അറിയിക്കുവാനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന കിതാബത്ത് കണ്ടു. കിതാബ് അടച്ച് ഖിദ്മത്തുകാരനെ തിരിച്ചേൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. ഈസ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഖിറാഅത്ത് കേട്ടതുകൊണ്ട് ഇന്ന് കിതാബുൽ മുഖദ്ദിസ് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി മദ്ഹ് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് വന്ന നിഅമത്തിൻ്റെ കലാം കേട്ട് അജബിലാകുകയും ചെയ്തു. ഇവൻ ഇബ്നു യൂസുഫ് അല്ലേ എന്ന് അവർ ചോദിച്ചു. ഈസ അവരോട് പറഞ്ഞു, യാ ഹക്കീം, നിന്നെ തന്നെ ശിഫയാക്കുക എന്ന പഴഞ്ചൊല്ല് എടുത്തു പറഞ്ഞുകൊണ്ട് നീ കഫർനാമിൽ ചെയ്തുവെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് തീർച്ചയായും നിങ്ങൾ എന്നോട് പറയും. ഹക്കായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു നബിയും സ്വന്തം മദീനയിൽ കബൂലാക്കപ്പെടുന്നില്ല. ഹഖീഖത്തായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇല്യാസിൻ്റെ സമാനിൽ ആകാശം അടഞ്ഞിട്ട് 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരിക്കുകയും ഭൂമിയിലെങ്ങും കഠിനമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. അന്ന് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. എന്നാൽ സീദോനിൽ സാറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് ഇല്യാസിനെ അയച്ചില്ല. അതുപോലെ എലീശാ നബിയുടെ കാലത്ത് ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു. സുറിയാക്കാരനായ നയമാൻ അല്ലാതെ മറ്റാരും തഹൂറാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും കോപം കൊണ്ട് നിറഞ്ഞു. അവർ എഴുന്നേറ്റ് ഈസയെ മദീനയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. അവരുടെ മദീന ഒരു മലയുടെ മുകളിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ആ മലയുടെ മുകളിൽ നിന്ന് ഈസയെ താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ ഈസ അവരുടെ ഇടയിലൂടെ നടന്ന് അവൻ്റെ വഴിക്ക് പോയി. പിന്നെ ഈസ ഗലീലയിലെ ഒരു മദീനയായ കഫർനാമിലെത്തി. യൗമുൽ സാബത്തിൽ അവർക്ക് തഅലീം കൊടുത്തു തുടങ്ങി. ഈസയുടെ കലാം സുൽത്തത്തോടെ ആയിരുന്നതിനാൽ അവൻ്റെ തഅലീമാത്തിൽ അവർ അജബിലായി. അവിടെ പള്ളിയിൽ റൂഹുൻ നജിസ് ബാധിച്ച ഒരു ഇൻസാൻ ഉണ്ടായിരുന്നു. നസ്രായനായ ഈസ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ ഫസാദാക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. അള്ളാഹു അയച്ച പരിശുദ്ധനാണെന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു. മിണ്ടരുത്,
അവനെ വിട്ടുപോകുക എന്ന് ഈസ ശാസിച്ചു. അപ്പോൾ റൂഹുൻ നജസ് അവന് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് തള്ളിയിട്ടതിനു ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അജബിലായി, എന്തൊരു കലിമയാണിത്! ഇവൻ സുൽത്തത്തോടും കൗവത്തോടും കൂടെ റൂഹുൻ നജസുകളോട് കൽപ്പിക്കുന്നു, അവ വിട്ടുപോകുകയും ചെയ്യുന്നുവെന്ന് പരസ്പരം പറഞ്ഞു. ഈസയെപ്പറ്റിയുള്ള അഖ്ബാർ അയൽപ്രദേശങ്ങളിലെല്ലാം പരന്നു. ഈസ പള്ളിയിൽ നിന്നിറങ്ങി ശിമയോൻ്റെ ബൈത്തിൽ ചെന്നു. ശിമയോൻ്റെ അമ്മായിയമ്മ കഠിനമായ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി ഈസയോട് അപേക്ഷിച്ചു. ഈസ അവളുടെ കരീബിലെത്തി അവളെ നോക്കി പനിയെ ശാസിച്ചു. അപ്പോൾ അവൾക്ക് ശിഫയായി. ഉടനെ അവൾ എഴുന്നേറ്റ് ഈസയെ ഖിദ്മത്ത് ചെയ്തു. ഉറൂബിൻ്റെ വക്തിൽ പലവിധ ദീനങ്ങളാൽ അദാബിലാക്കപ്പെടുന്നവരെയെല്ലാം ജനങ്ങൾ ഈസയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഈസ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ ശിഫയാക്കി. നീ ഇബ്നുള്ള എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും റൂഹുൻ നജസ് വിട്ടുപോയി. താൻ അൽമസീഹാണെന്ന് അവർക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവയെ സംസാരിക്കാൻ അനുവദിക്കാതെ ഈസ അവയെ ശാസിച്ചു. ഫജ്ർ വെളിവായപ്പോൾ ഈസ അവിടം വിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ തിരഞ്ഞു ചെന്നു. അവനുണ്ടായിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു. എന്നാൽ ഈസ പറഞ്ഞു, മറ്റ് മദീനകളിലും ഞാൻ അള്ളാഹുവിൻ്റെ രാജ്യത്തിൻ്റെ ഇഞ്ചിയിൽ അറിയിക്കേണ്ടതാകുന്നു. അതിനായിട്ടല്ലോ അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈസ യഹൂദന്മാരുടെ നാട്ടിലെങ്ങുമുള്ള പള്ളികളിൽ വയലു പറഞ്ഞു പോന്നു.